എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരുപാട് മസാലയൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണിത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ബിരിയാണിക്ക് വേണ്ടിയിട്ട് 750 ഗ്രാം പ്രോൺസ് ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് സവാള ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ്. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. മുളക് പൊടി അധികം ഉപയോഗിക്കുന്നില്ല. ഇവയെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പ്രോൺസിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, നേരത്തെ കാണിച്ചിരുന്ന മിക്സ് എല്ലാം കൂടി ഒന്ന് അരച്ചത്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കണം. നാരങ്ങാനീര് നേരത്തെ ചേർത്ത മസാലകൾ ചേർക്കുന്ന സമയം തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിത് നേരത്തെ ചേർക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങാനീര് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഒരു 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ സമയത്ത് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന സവോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇതുപോലെ വളരെ കനം കുറച്ചാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വറുത്തെടുക്കാം. ഇവിടെ കുറച്ച് ഡാൽഡയും നെയ്യും കൂടെ ഒരു പാനിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളർ മാറാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. കിസ്മിസ് ഒന്ന് വീർത്ത് വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ നിന്ന് കോരി മാറ്റണം. സമയം ഇത് എണ്ണയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അടുത്തതായിട്ട് ഈ എണ്ണയിൽ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള സവോളയും വറുത്ത് കോരിയെടുക്കാം. 2 കൈ സവോള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സവോള വളരെ എളുപ്പത്തിൽ നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കിട്ടും. സവോള വറുക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് സമയം തീ കൂട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്ക് സവോള പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവുന്നതിന് മുമ്പ് തന്നെ സവോള എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഇത് കോരി മാറ്റിയതിന് ശേഷവും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരും. ഈ ഒരു സ്റ്റേജിൽ സവോള വറുത്ത് കോരുന്നതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇവിടെ എണ്ണയെന്ന് ഉദ്ദേശിക്കുന്നത് ഡാൽഡയും നെയ്യും കൂടെയുള്ള മിക്സാണ്. പ്രോൺസ് വളരെ എളുപ്പത്തിൽ കുക്കായി കിട്ടും. ഒരു 5 മിനിറ്റിനകം പ്രോൺസ് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഒരുപാട് സമയം പ്രോൺസ് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹാർഡായിട്ട് പോകും. പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഈ ഫ്രൈയിങ് പാനിൽ നിന്ന് കോരി മാറ്റാം. ഈ സമയത്ത് എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിൻ്റെ ബാക്കി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ട് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു പിടി സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്ക് നല്ലവണ്ണം ഗ്രേവി വേണമെന്നുള്ളവർക്ക് 1 പിടി സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ സമയത്ത് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ കൂടെ ചെയ്തെടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്ന പ്രോൺസിന് കണക്കായിട്ട് 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. ഇത് നീളമുള്ള ബസ്മതി റൈസാണ്. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ബിരിയാണി അരിയും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ബസ്മതി റൈസ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് കൈമ റൈസോ ജീരകശാല അരിയോ ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് കഴുകി വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ അരി ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറക്കാൻ. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിലേക്ക് കുറച്ച് ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട ഇവയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിയിട്ട് ചെറുതീയിൽ വറുത്തെടുക്കാം. ഈ സമയത്ത് തന്നെ അരി വേവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടെ തിളപ്പിച്ചെടുക്കാം. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഇവിടെ എടുക്കുന്നത്. അരി അളക്കുന്ന അതേ കപ്പിൽ തന്നെ വെള്ളവും അളന്നെടുക്കാൻ ശ്രദ്ധിക്കണം. വെള്ളത്തിലേക്കും കുറച്ച് ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട ഇവ ചേർത്ത് കൊടുക്കാം. വെള്ളം ഇനി നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കണം. വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് വറുത്തുകൊണ്ടിരിക്കുന്ന അരിയിലേക്ക് ഈ വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കാം.
ഈ സമയമായപ്പോഴേക്ക് പ്രോൺസിന് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ എണ്ണ ചെറുതായിട്ട് തെളിയാൻ തുടങ്ങുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി ഇവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടിയൊക്കെ മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് മുളക് പൊടി ചേർക്കേണ്ടവർക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയുടെ തണ്ട് ഭാഗം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. തക്കാളി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇവിടെ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെക്കണം. ചേർത്തിരിക്കുന്ന മസാലയൊക്കെ ഈ പ്രോൺസിലേക്ക് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇത് ഒരു 3-4 മിനിറ്റ് അടച്ചു വെക്കാം. പ്രോൺസ് ഇപ്പോൾ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും സവോള നേരത്തെ വറുത്ത് വെച്ചിരുന്നതിൻ്റെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. പുതിനയില ചേർക്കേണ്ടവർക്ക് ഈ സമയത്ത് കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയമായപ്പോഴേക്ക് ചോറ് വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാം. ഈ പ്രോൺസ് മസാലയുടെ മുകളിലേക്ക് നേരെ റൈസ് ഇട്ടിട്ട് വേണമെങ്കിൽ ദം ചെയ്തെടുക്കാം. ഞാനിത് ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ പാത്രത്തിൽ നിന്ന് കുറച്ച് റൈസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിയിലൊന്ന് നിരത്തി കൊടുക്കാം. പ്രോൺസ് ഇവിടെ എല്ലാ ഭാഗത്തുമായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, പുതിനയില ചെറുതായിട്ട് അരിഞ്ഞത്, നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവോള, കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറു തീയിലൊരു 5 മുതൽ 10 മിനിറ്റ് വരെ വെക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയമായപ്പോഴേക്ക് ബിരിയാണി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ചെയ്തിട്ട് തുറക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരും. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.